വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞൊരു റാൻഡം ഡേ വ്ളോഗാണ്. ഞാൻ വാവേൻ്റെ വീഡിയോസ് അധികം ഇടാറില്ല. അപ്പം എനിക്ക് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാവയുടെ കൂടെയുള്ള വീഡിയോസ് ഇടുമെന്നുള്ളത്. അത് വേറൊന്നുമല്ല, എനിക്ക് ആദ്യമേ ഇങ്ങനെ വാവയുടെ കൂടെ വീഡിയോസ് എടുക്കാൻ വലിയ താല്പര്യം ഇല്ലായിരുന്നു, കുഞ്ഞല്ലേ അതുകൊണ്ട്. പക്ഷെ അവൻ ആദ്യമായിട്ട് കാണിച്ചത് കാർത്തികേയൻ്റെ വ്ളോഗിലാണ്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ കുറച്ചായിട്ട് അവനെ എൻ്റെ വീഡിയോസിൽ കാണിച്ചു തുടങ്ങിയത്. ഇപ്പം കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവൻ്റെ കൂടെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന്. അവനെ ഞാനിപ്പോൾ ഉറക്കി കിടത്തി, ഇപ്പോൾ എണീറ്റു ദേ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ റിയൽ ലൈഫാണ് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഫിൽറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ലൈഫ്. അപ്പോൾ ഇന്ന് എൻ്റെ സെക്കൻഡ് ഡേ ഓഫ് മൈ പീരീഡ്സ് ആണ്. രാവിലെ തന്നെ കുളിച്ചു, മുടി ഇപ്പോൾ ബ്ലോ ഡ്രൈ ചെയ്തിട്ടേക്കാണ്. വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ നോർമൽ സ്കിൻ. ഓക്കെ, ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്കിൻ കെയർ ഒന്നും ഇല്ല. ഇനി എല്ലാം പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാ അമ്മമാർക്കും അത് മനസ്സിലാവും. ബിക്കോസ് നമുക്കൊരു പ്രോപ്പർ റുട്ടീൻ ഉണ്ടാവില്ല, പ്രോപ്പർ സ്കിൻ കെയർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ബിക്കോസ് എല്ലാം ഈസ് ബേസ്ഡ് ഓൺ നമ്മുടെ ലൈഫ് തന്നെ വാവയുടെ ആ ഒരു റുട്ടീനിലായിരിക്കും ഓടുന്നത്. നമ്മുടെ തന്നെ ഒരു മീ ടൈം പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതൊക്കെയാണ് മോം ലൈഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ. ചിലർ വന്നിട്ട് എങ്ങനെയുണ്ട് മോം ലൈഫ് എങ്ങനെ ചോദിക്കുന്നവരോടത്താണ് ഞാൻ പറയുന്നത്. നല്ല രസമുണ്ട്. ഓക്കെ, നമ്മൾ ആരാന്ന് പോലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. എല്ലാം നമ്മുടെ വാവയെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ പോകുന്നത്. എനിവേസ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വ്ളോഗ്. ഈവൻ ഞാനിപ്പോൾ അവനെ കട്ടിലാണ് ഇരുത്തിയിരിക്കുന്നത്. അത് ഞാനിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവനെ പിടിക്കുന്നത്. കണ്ടോ, ഇത് ആരാ നോക്കി, ഓ മൈ ഗോഡ്, നോക്ക് ഇത് ആരാ നോക്കിയേ. അപ്പോൾ ഇന്ന് എനിക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കാനുണ്ട്. അതിനു മുന്നേ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മുറി ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ഫുൾ മെസ്സി ആയിട്ട് കിടക്കുകയാണ്. അപ്പം അത് ആദ്യം വൃത്തിയാകണമേ. കുറച്ച് നല്ല പണിയുണ്ട്. അയ്യോ, ലാപ്ടോപ്പ് ഒന്ന് തല്ലി പൊട്ടിക്കണം ചെറുക്കൻ. അപ്പം അത് ചെയ്തിട്ട് വേണം നമുക്ക് വീഡിയോ എടുക്കാനായിട്ട്. ഇവനെ വെച്ചാലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. കാര്യം വേറെ ആരും ഇല്ല നോക്കാനായിട്ട്, ഇവനെ നോക്കാനായിട്ട്. അപ്പം ഇവനെയും വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. സോ ആദ്യം നമുക്ക് മുറി ഒന്ന് വൃത്തിയാക്കാം. വൃത്തിയാക്കി കഴിഞ്ഞില്ല, പക്ഷേ ഇത് ഇവൻ സീനാക്കി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുഡ് കൊടുക്കാമെന്ന്. നമ്മളടുത്ത ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ രാവിലെ ദോശയാണ് കഴിച്ചത്. നമുക്ക് ഇനി എന്ത് കഴിക്കാം? സാധാരണ ഈ ഒരു ടൈം ആകുമ്പോൾ ഞാനൊരു പഴം കൊടുക്കാറാ പതിവ്. പക്ഷേ ഇന്ന് പഴം ഇല്ല. നോക്കട്ടെ പഴം ഉണ്ടോയെന്ന്. ഇന്നലെ ഇല്ലായിരുന്നു. ഒന്നെങ്കിൽ പഴം കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫ്രൂട്ടോ എന്തെങ്കിലും സ്നാക്കായിട്ട് കൊടുക്കും. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ സ്നാക്കായിട്ട് കഴിക്കാൻ പോണത് മാങ്ങയാണ്. അപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് മാങ്ങയ്ക്ക് ഒരു ക്ഷാമമില്ല. എന്നെപ്പോലെ തന്നെ അവന് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. കുഴപ്പമില്ല, ഇതുവരെ കഴിക്കുന്നുണ്ട്. ഞാൻ എന്ത് കഴിക്കുമെന്ന് പറയുന്നു, അതിൻ്റെ അടുത്ത ദിവസം അവൻ കഴിക്കാറില്ല. എന്താണെന്നറിയില്ല, എന്ത് കഴിക്കുമെന്ന് പറയും, അടുത്ത ദിവസം അതൊന്നും കഴിക്കില്ല. സോ അവനെ ഫീഡ് ചെയ്തിട്ട് ഇനി അടുത്ത് ഒരുപാട് പണി കിടക്കുന്നു. യൂനോ 2 വാവന്മാരും ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാണ് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 1:30. അപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാം. ഞാൻ കഴിച്ചിട്ട് വേണം ഭാവിക്ക് കൊടുക്കാനായിട്ട്. ഭാവിക്ക് ഓൾറെഡി സ്നാക്സൊക്കെ കൊടുത്ത് അവൻ സെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം ഭാവിക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ലഞ്ച് കഴിച്ചാലേ ഞാൻ ഒന്ന് സെറ്റ് ആവുള്ളൂ. സോ ലെറ്റ്സ് ഹാവ് ലഞ്ച്. ഇന്ന് ലഞ്ചിന് സ്പെഷ്യലായിട്ട് എന്താ ഉള്ളത്? ചൂരക്കറി ഉണ്ട്, ഇതിൽ തോരനാണ്.
പിന്നെ പുളിശ്ശേരി. ഐ ലുക്ക് സോ മെസ്സി. എനിക്ക് വേണമെങ്കിൽ ഭയങ്കര സ്ഥാലശാട്ടൊക്കെ നിൽക്കാം, പക്ഷേ ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് വീട്ടിൽ നിൽക്കാറ്. ചില സമയത്ത് ചില കോലൊക്കെ കാണും, ഒട്ടും സൈഡില്ല. അപ്പോൾ ചോറ് ഞാൻ അധികം അങ്ങനെ എടുക്കില്ല, കുറച്ചേ എടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ വണ്ണം കുറഞ്ഞു എന്ന്. നോർമലി നമ്മളൊരു ടൈം കഴിയുമ്പോൾ ഫീഡ് ചെയ്യണോണ്ട് എന്തായാലും വണ്ണം കുറയും. പക്ഷെ ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ഗ്രാജുവലി നമ്മൾ പ്രഗ്നൻസിയിൽ ഗെയിൻ ചെയ്ത് വെയിറ്റ് ഇങ്ങനെ സ്ലോലി അത് കുറയാറുണ്ട്. ചിലർക്ക് കുറയാറുണ്ട്, പക്ഷെ ടൈം എടുത്തേ കുറയാറുള്ളൂ. പക്ഷെ ഓരോരുത്തരുടെ ബോഡി ഓരോ രീതിയിലായതുകൊണ്ട് സോ ഡോണ്ട് കമ്പയർ. ആക്ച്വലി ചില സമയത്ത് വിഷമം തോന്നും. ഇപ്പം ഈവൻ എൻ്റെ ചേച്ചിമാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ അവർ വെയിറ്റിനെ കുറിച്ച് പറയുമ്പം ആൾക്കാർ വന്നു, അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ, വണ്ണമൊക്കെ വെച്ച് ഇങ്ങനെ തടിച്ച് കൊഴുത്ത് ആനക്കുട്ടിയെ പോലെ ഇരിക്കാൻ. സി നമ്മളെല്ലാവരും ഒരു സ്റ്റേജ് ആ ഒരു പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോഡി ചിലപ്പം അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി കാരണം അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണമൊക്കെ കുറയാൻ ഇച്ചിരി ടൈം എടുക്കും. സോ ബി കൈൻഡ് ടു ദം, ഓക്കെ? ഡോണ്ട് ബി സോ ഹാർഷ്. അവർ മെൻ്റലി ചിലപ്പോൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കും. അവരെ തന്നെ മൊത്തത്തിൽ ലൂസായിട്ടിരിക്കുന്ന സമയമായിരിക്കും, മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ. അപ്പം അവർക്ക് ആ ഒരു തിരിച്ച് ആ ഒരു സ്റ്റേജിലോട്ട് പോകാനുള്ളൊരു ടൈം പീരീഡ് കൊടുക്കുക, ഓക്കെ? ഡോണ്ട് ഗീവ് ദാറ്റ്. ചില പ്രായമായവരൊക്കെ വന്നിട്ട്, ഈവൻ നമ്മുടെ ഏജിലുള്ളവർ വന്നിട്ടാണെങ്കിൽ പോലും ബോഡി ഷെയിം ചെയ്തിട്ട് പോകും. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്, ഓക്കെ? അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് ഗീവ് നെഗറ്റീവ് റിവ്യൂസ്. ലൈക്ക് എന്താ ഇങ്ങനെ ഇരിക്കണം, എന്താ അങ്ങനെ ഇരിക്കണം, മുഖം എന്താ ഇങ്ങനെ ഇരിക്കണം, മുടി എന്താ ഇങ്ങനെ ഇരിക്കണം. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്, ഓക്കെ? പ്ലീസ്. ഓക്കെ, ഞാൻ ഇതിനെ അങ്ങോട്ട് നോക്കി സംസാരിക്കണം. ഞാൻ തോന്നുന്നു ക്യാമറ ഇവിടെയാണ് ആക്ച്വലി ക്യാമറ ഉള്ളത്. പ്ലീസ് നെവർ ഡു ദാറ്റ്, ഓക്കെ? പ്ലീസ്, ഓക്കെ? ബി കൈൻഡ്, ഓക്കെ? സോ എന്നോട് ചോദിക്കാറുണ്ട് ഡയറ്റ് എടുക്കാറുണ്ടോ. സോറി ഞാനിപ്പം ഡയറ്റ് എടുക്കുന്നില്ല തൽക്കാലം. ബിക്കോസ് ഫീഡിങ് ഉള്ളത് കൊണ്ട് എനിക്ക് എന്തായാലും ഡയറ്റ് എടുക്കാൻ പറ്റില്ല. ഇത് നല്ല വിശപ്പൊക്കെ ഉള്ള സമയമാണ്. ഇൻഫാക്റ്റ് എനിക്ക് ഷുഗർ ക്രേവിങ്സ് നല്ലപോലെ ഉണ്ട്. ഞാൻ അങ്ങനെ ഷുഗർ കഴിക്കുന്ന ഒരാളല്ല, പക്ഷെ എനിക്കെന്തോ ഇപ്പം ഷുഗർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതെല്ലാം അത്യാവശ്യം കഴിക്കുന്നുമുണ്ട്. എന്നാലും ഡെയിലി അങ്ങനെയൊന്നുമില്ല, എന്നാലും എനിക്ക് ചില കാര്യങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കരമായിട്ട് തോന്നാറുണ്ട്. സോ ചായയൊക്കെ എനിക്ക് പണ്ട് ചായ കുടിക്കാറില്ലായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ എന്തോ ചായയൊക്കെ എൻ്റെ റിലാക്സ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഞാൻ തന്നെ റിലാക്സ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്തായാലും പറയുക, നമ്മളെ തന്നെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു സാധനമാണ് എനിക്കിപ്പോൾ ചായ എന്ന് പറയുന്നത്. സോ ഞാൻ ചായക്ക് കുടിക്കും. ഓക്കെ, സോ ഇതാണ് എൻ്റെ പ്ലേറ്റ്. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇത് കറി മാങ്ങ ഒഴിച്ചേക്കണം. ഇത്ര പോർഷൻ ചോറും ബാക്കി കറിയുമാണ് ഇട്ടിരിക്കുന്നത്. So let's have it. Chennai. So now we're going to jewelry shops. When I'm in Chennai, I'm shopping especially with my mom. I just tend to stick to like Indian road. This will progress for 5 minutes. Hey. Actually, Hey. actually, me and like this one food. I have not. സോ ഞാനിപ്പോൾ ദേ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങി. വാവയെ ഫീഡൊക്കെ ചെയ്തു. അവൻ ദേ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദർ, ഓക്കെ? അവനും ബ്രദറിൻ്റെ കൂടെ ഇരുന്ന് അവനും ഉറങ്ങിപ്പോയി. കൊച്ചെറുക്കൻ കളിച്ചുകൊണ്ടിരിക്കും. കൊച്ചെറുക്കൻ എന്ന് പറയുന്നത് കുഞ്ഞ് നമ്മുടെ രുദ്രു ഇല്ലേ, അവൻ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങി. ഞാൻ ചെറുതായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ സമയമില്ല, പെട്ടെന്ന് എടുക്കണം. അപ്പോൾ അവയെ ആക്കിയിട്ട് വന്നതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു ടൈം ലിമിറ്റിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് എൻ്റെ കറൻറ്റ് സെറ്റപ്പ്. ഇത് ഞാൻ രണ്ടാമത് ഇപ്പോൾ വാങ്ങിച്ച ട്രൈപ്പോഡാണ്. എൻ്റെ ആദ്യത്തെ ട്രൈപ്പോഡ് എൻ്റെ മോൻ തന്നെ പൊട്ടിച്ച് കളഞ്ഞു. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് വാങ്ങിച്ചതാണ്. ഇത് വലിയ പ്രൈസ് ഇല്ല. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. പക്ഷെ ഭയങ്കര സ്റ്റോഡിയൊന്നും അല്ല, എന്നാലും നമ്മുടെ കാര്യം നടന്നു പോകും. ഓക്കെ, Hi everyone, welcome back to Hi guys, welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ സമയം 8:30 ആയി. ഞാനൊന്ന് ഫ്രഷ് ആവാനായിട്ട് ഇറങ്ങിയതാണ്. വാവ നല്ല ഉറക്കമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എണീറ്റു. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുക.
മോസ്റ്റ് ഓഫ് ദ ഡേ വാട്ട് ഹാപ്പൻസ് ഇസ് ചില ദിവസങ്ങളിൽ വാവയെ നോക്കാൻ ആളുണ്ടാവാറില്ല. അപ്പം ഞാൻ അതിങ്ങനെ ഇരിക്കണം കുറേ നേരം ആരെങ്കിലും വാവയെ എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എനിക്ക് ഫ്രഷ് ആവാൻ പറ്റുള്ളൂ. മോസ്റ്റ് ഓഫ് ദ moms can relate this and it's not great. ചില സമയങ്ങളിൽ നമുക്കൊന്ന് ജസ്റ്റ് ഫ്രഷ് ആവാൻ പോകാൻ പോലും പറ്റാറില്ല. That's not a great feeling. But still, yeah, this is mom life. Harsh reality of mom life. അവൻ്റെ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയും ഞാൻ ആരാ, പറയും ഞാൻ ആരാ രുദ്ര, ഞാൻ ആരാ രുദ്ര, ഞാൻ ആരാ പറ, ഞാൻ ആരാ ഞാൻ ആരാ നിന്റെ? ഹലോ ഞാൻ ആരാ? ഹലോ ഇങ്ങോട്ട് നോക്കി പറയാ, ഞാൻ ആരാ രുദ്ര, ഞാൻ ആരാ? ഞാനാരാ പറയൂലേ? എടാ ഞാൻ ആരടാ രുദ്ര, ഞാൻ ആരാ? ചേച്ചിയാണോ? എന്തോ ചേച്ചിയാണോ? ഞാൻ ചേച്ചിയാണോ? അവന്റെ അമ്മായിയാ. ഞാനാരാ? ചേച്ചിയാണോ? എന്റെ പേരെന്തുവാ? ചേച്ചി എന്നാണ് എന്റെ പേര്. എന്റെ പേരെന്താ? എന്തോ ഞാനാരാ? കുഞ്ഞിന്റെ ആരാ ഞാൻ? മൂടില്ല, ഇന്ന് മൂടില്ല. അവന്റെ ചേച്ചിയാണ് ഞാൻ. ശരിക്കും ഞാൻ അവന്റെ അമ്മായിയാണ്. അമ്മായി വിളിക്കടാ, അമ്മായിന്ന്. നോട്ട് ഇൻട്രസ്റ്റഡ്. നമ്മള് ഉറങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഉറങ്ങാനോ. ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം 10:30 ആയി. ആക്ച്വലി നേരത്തെ കിടന്ന് ഉറങ്ങുന്ന, പക്ഷെ ഇന്ന് ഇത്തിരി ലേറ്റ് ആയി അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ ഒരു റാൻഡം വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യം പറഞ്ഞില്ല, ഞാൻ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. പല്ലിൽ നോർമലി ഞാൻ ക്ലിപ്പ് ഇടാറുണ്ടായിരുന്നു, പക്ഷേ കുറേ നാൾ ഞാൻ ഇടാതിരുന്നു. എനിക്ക് പ്രഗ്നൻസി സമയത്തൊന്നും ഇതിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, തലവേദന എടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും ഇട്ട് തുടങ്ങി. അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് ചില വീഡിയോസിലൊക്കെ കാണാൻ പറ്റും. പല്ല് മാത്രം ഇങ്ങനെ ഞാൻ 2 പ്രാവശ്യം പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസ് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ഷെയർ ചെയ്യാം. എനിവേസ് ഇന്നത്തെ ഈ ഒരു കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ പറയൂ. ബൈ അവിടെ
അപ്പോൾ ബൈ.